അപ്പോൾ നമുക്ക് ഈ ഒരു ദോശ ഈ ഒരു ചട്നിയുടെ കൂടെ കഴിക്കാം. നല്ല അടിപൊളി തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാവുന്നത് തന്നെയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണേന്ന് നോക്കാം. ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു ചട്നി കൂടി ഞാൻ തയ്യാറാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശയും അതുപോലെ ഓണിയൻ ചട്നിയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് മടിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പ്ലാൻ ചെയ്യാത്ത ദിവസങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ഗോതമ്പ് ദോശ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. വെള്ളം പോരാ. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ കണ്ടോ, ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് മതി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് താളിച്ച് ചേർക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നോട്ടെ. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ അളവിലാണ് കടലപ്പരിപ്പ് ചേർക്കുന്നത്. പൊട്ടുകടലയല്ല കേട്ടോ, കടലപ്പരിപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉഴുന്നുപരിപ്പും അതുപോലെ കടലപ്പരിപ്പും ഒന്ന് മൂത്ത് വരണം. ഇപ്പം ഇതുകൊണ്ട് ആവശ്യത്തിന് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി നല്ല ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിത് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക് മുറിച്ചത് ചേർക്കാം. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം 2-3 എണ്ണമൊക്കെ വരെ ചേർക്കാവുന്നതുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സവാള മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതായിട്ട് മുറിച്ചത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഇനി ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം. അപ്പോൾ ആ സവാളയും തക്കാളിയൊന്നും ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് മതി. നമ്മൾ ബാറ്റർ തയ്യാറാക്കിയ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നതായിരുന്നല്ലോ. ഇതിലേക്ക് ഇനി കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വരെ, അതായത് ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ ആവാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത് മതി കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തക്കാളിയും സവാളയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മതി. ഇനിയിപ്പോൾ നമ്മൾ ഈ വഴറ്റിയെടുത്ത കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്നി കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമുക്കിത് ഇവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഒന്ന് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചട്നി തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓണിയൻ ചട്നിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ഓണിയൻ ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ സെയിം പാനിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ തന്നെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നല്ലെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ഉണക്കമുളകാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഞാനൊരു 5 കാശ്മീരി ഉണക്കമുളകാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല കളറും ഉണ്ടാവും, അത്യാവശ്യം എരിവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ വറ്റൽമുളകും കാശ്മീരി ഉണക്കമുളകും രണ്ടും കൂടി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തണ്ടൊന്ന് മാറ്റിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ, മുളക് വീർത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ സവാള മുറിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ആണെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പകുതി സവാള പകുതി ചെറിയുള്ളി അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് വഴന്നു വന്നോട്ടെ. അത്യാവശ്യം ഒന്ന് വഴന്നു വരണം, എന്നാൽ അതിനായിരിക്കും നന്നായിട്ട് വരാം.
ഇതുപോലത്തെ ചട്നികളൊക്കെ നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒരു തമിഴ്നാട് രുചി ശരിക്കും വരും. ഇപ്പോൾ കണ്ടോ സവോള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഇത്ര മതി. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ മല്ലിയില നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, പകരം നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. മല്ലിയില ഒന്ന് വഴന്നു വന്നോട്ടെ ഇതിൻ്റെ കൂടെ. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് കോൽപ്പുളി, വാളംപുളി എന്നൊക്കെ പറയുന്ന സാമ്പാർ പുളി കേട്ടോ. ഒരു ചെറിയ കഷ്ണം മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ കുരുണ്ടെങ്കിൽ മാറ്റാട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പുളിയും കൂടിയും വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരെ ശരിക്കും. അതിനുശേഷം ഒന്നും കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് വഴന്നു വന്നോട്ടെ ഈ സവോള. ഇത് മതി കേട്ടോ. ഇപ്പോൾ സവോള ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് ഇത് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിനിപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ കണ്ടോ ഞാനിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ മാറും, അത്രയ്ക്ക് നന്നായിട്ട് ടേസ്റ്റ് ആയിട്ട് വരില്ല. ഇതുപോലെ തിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കടുക് താളിച്ച് ഇടാട്ടോ. കടുക്, അതുപോലെ ഉഴുന്നുപരിപ്പ്, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ വേണമെങ്കിൽ താളിച്ച് ചേർക്കാവുന്നതുള്ളൂ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് കഴിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ദോശ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ഗോതമ്പ് പൊടിയും ബാക്കി കാര്യങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില വഴറ്റിയെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അവസാനം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ദോശ തവ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തവ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടോ തവ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചൂടായിട്ടുള്ള തവയിലേക്ക് നമുക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അതിനുശേഷം മാത്രം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്താൽ മതി, ഒരുപാട് തിക്കായിട്ട് പരത്തണ്ട, അപ്പോഴത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ട് വരിക. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എണ്ണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി. എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് വരും. ഇനിയിപ്പോൾ ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നോട്ടെ. എണ്ണ അല്ലെങ്കിൽ നെയ്യൊക്കെ വേണമെങ്കിൽ നെയ്യൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ. അപ്പോൾ ഈ ഒരു ദോശ എന്നൊക്കെ പറയുമ്പോൾ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പ്ലാൻ ചെയ്യാത്ത ദിവസങ്ങളിലൊക്കെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് കുക്കായിട്ട് വന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴായിരിക്കും നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരാം. ഇപ്പം ഇത് കണ്ടോ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ട് ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മതി കേട്ടോ, ആവശ്യത്തിന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡി ആക്കി എടുക്കാം. അപ്പോൾ ഇതിൽ എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ ഒന്ന് തുടച്ച് മാറ്റാം, അതിനുശേഷം പരത്തിയെടുക്കാം. അത് നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമ്മൾ എണ്ണ ഇതുപോലെ തുടച്ച് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. അതിനുശേഷം അടുത്ത തവി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് പരത്തിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്കായിട്ട് വന്നോട്ടെ. ഇത് നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കട്ടെ. ചെറിയ ചെറിയ ദോശകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ. അതായത് ചെറിയ സൈസിൽ. അപ്പോൾ കുട്ടികൾക്കൊക്കെ പൊതുവെ ഇഷ്ടപ്പെടും കുട്ടി കുട്ടി ദോശകളാകുമ്പോൾ. ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇത് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ നമ്മുടെ ഗോതമ്പ് ദോശ എല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. നമ്മൾ താളിച്ചൊക്കെ ചേർത്ത കാരണം നല്ല ഫ്ലേവറോട് കൂടി തന്നെ വന്നിട്ടുണ്ട്. കളർഫുള്ളാണ് ദോശ. അപ്പോൾ നമുക്ക് ഈ ഒരു ദോശ ഈ ഒരു ചട്നിയുടെ കൂടെ കഴിക്കാം. നല്ല അടിപൊളി തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാവുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഗോതമ്പ് ദോശ തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.